ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് വ്യൂ ഓഫ് ജോൺ മുത്ത് എന്താണെന്ന് മനസ്സിലാക്കാം. ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ്. അത് കെയ്നേഷ്യൻ എക്കണോമിക്സിന്റെ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് 1970കളിൽ വന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ് ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മാക്രോ എക്കണോമിക് വ്യൂ ഓഫ് ജോൺ മുത്ത്. നമുക്ക് ആദ്യം ഈ ജോൺ മുത്ത് എന്ന എക്കണോമിക്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയം പരിചയപ്പെടാം. ജോൺ മുത്ത് ഈസ് വെൽ നോൺ ഫോർ ഡെവലപ്പിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻസ്. അതായത് റാഷണൽ എക്സ്പെക്ടേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിലാണ് ഇദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ റാഷണൽ എക്സ്പെക്ടേഷൻ വെച്ചാൽ ഇപ്പം യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കൺസ്യൂമേഴ്സ്, അത് മാക്സിമം വില കുറച്ച് കൊടുത്ത് കൂടുതൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ സാധനങ്ങൾ മേടിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതിൻ്റെ വിലയെക്കുറിച്ച്, സാധനങ്ങളുടെ വിലയെക്കുറിച്ച്, അതിൻ്റെ ഏറ്റക്കുറച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, അത് അറിഞ്ഞ് ചിലവാക്കുക. അങ്ങനെയുള്ള യുക്തിപരമായിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് എ കോർണർ സ്റ്റോൺ ഓഫ് ദ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് വ്യൂ. അതായത് ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക് വ്യൂവിൻ്റെ ഒരു കോർണർ സ്റ്റോൺ ആണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ റാഷണൽ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിലാണ് ഇദ്ദേഹം വെൽ നോൺ ആയിട്ടുള്ളത്. ഹിസ് ഐഡിയ ഫണ്ടമെൻ്റലി ചാലഞ്ചസ് ട്രഡീഷണൽ കെയ്നേഷ്യൻ വ്യൂസ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കെയ്നേഷ്യൻ വ്യൂസിനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഐഡിയസാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, കെയ്ൻസ് എന്താണ് പറയുന്നത്? ഓൺ ഹൗ പീപ്പിൾ ഫോം എക്സ്പെക്ടേഷൻസ് അബൌട്ട് ദ എക്കോണമി. അത് കെയ്ൻസ് എങ്ങനെ ഈ എക്കണോമിയെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ ആൾക്കാർ എങ്ങനെ വെച്ച് പുലർത്തുന്നു, എങ്ങനെയുള്ള കെയ്ൻസിൻ്റെ ഐഡിയാസിനെ വെല്ലുവിളിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. അടുത്തത് നമുക്ക് ഇതിൻ്റെ കീ ആസ്പെക്ട്സ് നോക്കാം. കീ ആസ്പെക്ട്സ് ഓഫ് മുത്ത്സ് റാഷണൽ എക്സ്പെക്ടേഷൻ. അതിൽ ഒന്നാമത്തത് റാഷണൽ എക്സ്പെക്ടേഷൻ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്ത് പ്രപ്പോസ്ഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫേംസ് മേക്ക് പ്രെഡിക്ഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ ഓൾ അവൈലബിൾ ഇൻഫർമേഷൻ. അതായത് ആൾക്കാരും ഫേംസും ഇൻഡിവിജ്വൽസും എന്ത് ചെയ്യും? അവർക്ക് മുന്നിലുള്ള ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും. ഭാവിയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, അപ്പോൾ ഈ ഒരു അസറ്റിൻ്റെ വാല്യൂ ഇവിടം വരെ പോകും. അതാണ് റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഇൻക്ലൂഡിങ് അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് പോളിസീസ്. അപ്പോൾ അവരുടെ റാഷണൽ തിങ്കിങ് നോക്കണം. അതായത് എക്കണോമിക് പോളിസികളടക്കം ഗവൺമെൻറ് എടുക്കാൻ പോകുന്ന പോളിസിയെ കുറിച്ച് അവർ ബോധവാന്മാരായിരിക്കും. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പ്രഡിക്ഷൻസ് നടത്തും. ആൻഡ് മോഡൽസ്, ഏത് മോഡലാണ് അവർ അപ്ലൈ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിസിഷൻസ് എടുക്കും. ദിസ് മീൻസ് ദാറ്റ് പീപ്പിൾ ഡു നോട്ട് കൺസിസ്റ്റൻ്റ്ലി മേക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ്. അതായത് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് അവിടെ എറർ വരാനുള്ള സാധ്യത അവിടെ കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, വെൻ പ്രഡിക്റ്റിംഗ് എക്കണോമിക് വേരിയബിൾസ് ലൈക്ക് ഇൻഫ്ലേഷൻ ഓർ ഇൻട്രസ്റ്റ് റേറ്റ്സ്, പണപ്പെരുപ്പം, പലിശ നിരക്ക് അവിടെ വരെ പോകുന്നുള്ളത്, ഇതിനെക്കുറിച്ചുള്ള പ്രഡിക്ഷൻസ് ഇവർ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ എറേഴ്സ് അവിടെ വരാനുള്ള സാധ്യത കുറവാണ്. ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓവർ ടൈം. അതായത് അവർ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആകുമ്പോഴത്തേക്ക് കൂടുതൽ ഡിസിഷൻസ് എടുത്ത് അവർ നല്ല കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് പീപ്പിൾസ് എക്സ്പെക്ടേഷൻസ് ടെൻ ടു ബി കറക്റ്റ് ഓൺ ആവറേജ്. ഏകദേശം അവർ കറക്റ്റായുള്ള ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം അവർ ഗവൺമെൻറ് പോളിസികളടക്കം അനലൈസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. ബിക്കോസ് ദേ യൂസ് ഓൾ റിലവൻറ്റ് ഇൻഫർമേഷൻ ഇൻക്ലൂഡിങ് നോളജ് ഓഫ് ഗവൺമെൻറ് പോളിസി. റിലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എടുക്കുന്നുണ്ട്, ഗവൺമെൻറ് പോളിസി അടക്കമുള്ള. അതുകൊണ്ട് അതൊരു എറർ ഫ്രീ ആവാനുള്ള സാധ്യത കൂടി വരും കൂടുതൽ സമയം കഴിഞ്ഞ് പോകും തോറും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻസ് ഫോർ എക്കണോമിക് പോളിസിയാണ്. അത് ഇതും റാഷണൽ തിങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് ആലോചിക്കണം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ ന്യൂ ക്ലാസിക്കൽ വ്യൂ, ഇഫ് പീപ്പിൾ ഹാവ് റാഷണൽ എക്സ്പെക്ടേഷൻ, ഇതിലും റാഷണൽ എക്സ്പെക്ടേഷൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ സിസ്റ്റമാറ്റിക് മോണിറ്ററി ഓർ ഫിസ്ക്കൽ പോളിസി കനോട്ട് സിസ്റ്റമാറ്റിക്കലി മാനേജ് ദ എക്കോണമി. അതായത് ഈ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോലെയുള്ള പോളിസികൾ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് എക്കണോമിയെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് കാരണം ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഗവൺമെൻറ് ട്രൈസ് ടു സ്റ്റിമുലേറ്റ് ദ എക്കണോമി ബൈ ഇൻക്രീസിങ് മണി സപ്ലൈ, അതായത് മണി സപ്ലൈ കൂട്ടിയിട്ട് കൂടുതൽ പണം പ്രിൻറ്റ് ചെയ്തിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടോ മണി സപ്ലൈ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്? അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നതാണ് പീപ്പിൾ വിൽ ആൻറ്റിസിപ്പേറ്റ് ഹയർ ഇൻഫ്ലേഷൻ. അതാ പണപ്പെരുപ്പം ഉണ്ടാകാൻ പോകുന്നു എന്ന് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. അതാണ് റാഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. ആൻഡ് അഡ്ജസ്റ്റ് ദ ബിഹേവിയർ അക്കോർഡിംഗ്ലി. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ബിഹേവിയർ അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ന്യൂട്രലൈസിങ് ദ ഇൻറ്റൻഡഡ് എഫക്ട്സ് ഓഫ് ദ പോളിസി. അത് നേരത്തെ പറഞ്ഞ മോണിറ്ററി ഫിസ്ക്കൽ പോളിസികളുടെ എഫക്റ്റ് അത്ര കണ്ടുണ്ടാകത്തില്ല. അവർ അതിനനുസരിച്ച് അവരുടെ ബിഹേവിയർ മീൻസ് അവരുടെ സ്പെൻഡിങ് ആൻഡ് പാറ്റേൺസ് ചേഞ്ച് ചെയ്യും. അപ്പോഴത്തേക്ക് അത്ര എഫക്റ്റ് ഉണ്ടാകത്തില്ല ഈ പോളിസികൾക്ക്.
പിന്നെ ഇതിലെടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ലീഡ്സ് ടു ദ പോളിസി ഇൻഎഫക്റ്റീവ്നെസ് പ്രൊപ്പോസിഷൻ. അപ്പോൾ അവിടെ ആ പോളിസി ഇൻഎഫക്റ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം വിച്ച് സജസ്റ്റ് ദാറ്റ് ആൻറ്റിസിപ്പേറ്റഡ് പോളിസി ഇൻ്റർവെൻഷൻസ്, അതായത് നമ്മൾ ഏതെങ്കിലും, അതായത് നമ്മളെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഏതെങ്കിലും ഫലപ്രാപ്തിയിലെത്തും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന പോളിസികൾ ഹാവ് നോ റിയൽ എഫക്റ്റ് ഓൺ ഔട്ട്പുട്ട് ഓർ എംപ്ലോയ്മെൻറ്റ് ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിൽ എംപ്ലോയ്മെൻറ്റിലോ ഔട്ട്പുട്ടിലോ, അതായത് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാകുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, ആൾക്കാർ അതിനനുസരിച്ചുള്ള ആ ഒരു ബിഹേവിയറിൽ ചേഞ്ച് നടത്തിക്കൊണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനൊരു എഫക്റ്റ് ഈ പോളിസിക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റാണ് മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് മുത്സ് റാഷണൽ എക്സ്പെക്ടേഷൻസ് കോൺട്രിബ്യൂട്ട് ടു ദ ഐഡിയ ദാറ്റ് മാർക്കറ്റ്സ് ആർ എഫിഷ്യൻറ്റ് ബിക്കോസ് ഓൾ നോൺ ഇൻഫർമേഷൻ ഈസ് ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു പ്രൈസസ്. അതായത് മാർക്കറ്റെല്ലാം എഫിഷ്യൻ്റ് ആണ്. എന്താണ് എഫിഷ്യൻ്റ് ആവാനുള്ള കാരണം? എല്ലാ ആൾക്കാർക്കും എല്ലാ വിവരങ്ങളും വിലയുടെ അടിസ്ഥാനത്തിൽ, അതായത് വില കൂടുന്ന കുറയുന്ന ഒരു ക്വാളിറ്റി എല്ലാം അവർക്ക് അറിയാൻ കഴിയുന്നുണ്ട്, അവർ നോളജബിളാണ്. അതുകൊണ്ട് എല്ലാ മാർക്കറ്റും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ദിസ് ചലഞ്ചസ് ദ നോഷൻ ദാറ്റ് മാർക്കറ്റ്സ് ഫ്രീക്വൻ്റ്ലി ഫെയിൽ ഓർ ദാറ്റ് പോളിസി മേക്കേഴ്സ് ക്യാൻ ഈസിലി സ്റ്റെബിലൈസ് ദ എക്കോണമി. അതായത് ഇങ്ങനൊരു ആശയമുണ്ട്, അതായത് മാർക്കറ്റ് ഫ്രീക്വൻ്റായിട്ട്, അതായത് ഇടയ്ക്കിടെ ഫെയിൽ ആവാനുള്ള ഒരു സാധ്യത, അങ്ങനെ ഒരു ആശയത്തെ ഇത് വെല്ലുവിളിക്കുന്നുണ്ട്. പോളിസി മേക്കേഴ്സ് ക്യാൻ ഈസിലി സ്റ്റെബിലൈസ് ദ എക്കോണമി. പോളിസി മേക്കേഴ്സിന് ഈസി ആയിട്ട് എക്കോണമിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ആ ഫ്ലക്ച്വേഷൻസ് ഇല്ലാതെ നിലനിർത്തി കൊണ്ടുപോകാൻ പോളിസി മേക്കേഴ്സിന് കഴിയുന്നുണ്ട്. ഈ രണ്ട് ആശയങ്ങളെ ഈ മാർക്കറ്റ് എഫിഷ്യൻസി എന്നുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ ആശയം, മുത്തിൻ്റെ ആശയം വെല്ലുവിളിക്കുന്നുണ്ട്. അടുത്ത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാം. ഇൻഫ്ലുവൻസ് ഓൺ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സ്, അതായത് ഇദ്ദേഹത്തിൻ്റെ തിയറിയുടെ ന്യൂ ക്ലാസിക്കൽ മാക്രോ എക്കണോമിക്സിലുള്ള സ്വാധീനം. മുത്സ് കോൺസെപ്റ്റ് ഓഫ് റാഷണൽ എക്സ്പെക്ടേഷൻ, ഇദ്ദേഹത്തിൻ്റെ ഈ റാഷണൽ എക്സ്പെക്ടേഷൻ എന്നുള്ള ഈ ആശയം ബിക്കെയിം ഫൗണ്ടേഷണൽ ഫോർ ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിലേക്ക് റോബർട്ട് ലൂക്കാസ്, അതായത് റോബർട്ട് ലൂക്കാസിനെ പോലുള്ള ന്യൂ ക്ലാസിക്കൽ എക്കണോമിക്സിന് ഫൗണ്ടേഷനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് വിവരങ്ങൾ നൽകിയ ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ആശയം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡഡ് എ ഫ്രെയിം വർക്ക് ഫോർ അണ്ടർസ്റ്റാൻഡിങ് വൈ ട്രഡീഷണൽ കെയ്നീഷ്യൻ പോളിസീസ് മൈറ്റ് ഫെയിൽ ടു സ്റ്റെബിലൈസ് ദ എക്കണോമി. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കെയ്നീഷ്യൻ പോളിസീസ് ഈ എക്കണോമിയെ, അതൊരു സമ്പദ് വ്യവസ്ഥയെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിർത്തുന്നതിന് പരാജയപ്പെടുന്നതിനുള്ള കാരണങ്ങൾ, ഓക്കെ, അത് മനസ്സിലാക്കുന്നതിന് ഒരു ഫ്രെയിം വർക്ക് കൊടുത്ത ഒന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ജോൺ മുത്തിൻ്റെ ഈ തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിലെ മറ്റു രണ്ട് പോയിന്റുകളാണ്. ഇറ്റ് ആൾസോ ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡൽസ് ദാറ്റ് അസ്യൂം മാർക്കറ്റ്സ് ക്ലിയർ. അതായത് ഈ മാർക്കറ്റ് ക്ലിയർ ആവുന്ന മോഡലുകളില്ലേ, അതിലേക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ തിയറി നയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തിയറികളുടെ ഡെവലപ്മെൻറ്റിന് ഇദ്ദേഹത്തിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ സഹായകരമായിട്ടുണ്ട്. ഈവൻ ഇൻ ദ ഷോർട്ട് റൺ, അതായത് ഷോർട്ട് റണ്ണിൻ്റെ കാര്യത്തിലായാലും, അതായത് ഷോർട്ട് റണ്ണിലും ഈ തിയറി വർക്ക് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് എനി അൺഎംപ്ലോയ്മെൻറ്റ് ഓർ ഔട്ട്പുട്ട് ഫ്ലക്ച്വേഷൻസ് ആർ ഡ്യൂ ടു റിയൽ ഷോക്സ്. അതായത് ഏതെങ്കിലും ഒരു അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിലെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരത്തില്ലേ, ഔട്ട്പുട്ട് കൂടുകയോ കുറയുന്ന ചെയ്യുന്നത്, അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്, ഇതിനുള്ള വേരിയേഷൻസ്, ഈ ഒരു ഫ്ലക്ച്വേഷൻസ് ആ ഡ്യൂ ടു റിയൽ ഷോക്സ്, റിയൽ ഷോക്ക് മൂലമാണ് എന്ന് ഇദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അതായത് റിയൽ ഷോക്ക് എന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ചേഞ്ച് പോലെയുള്ള റിയൽ ഷോക്സുകൾ മൂലമാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇദ്ദേഹം തിയറിയിലൂടെ പറയുന്നുണ്ട്. റാദർ ദാൻ ഡിമാൻഡ് സൈഡ് പോളിസീസിൽ കൂടെ അല്ലാതെ റിയൽ ഷോക്സ് കൊണ്ടാണ് ഇങ്ങനെ ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇൻ എസെൻസ്, അതായത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. ഇൻ എസെൻസ് ജോൺ മൂത്ത്സ് റാഷണൽ എക്സ്പെക്ടേഷൻസ് തിയറി റീഷേപ്ഡ് മാക്രോ എക്കണോമിക് തോട്ട്. അതായത് ഇത് ഈ മാക്രോ എക്കണോമിക് തോട്ടിനെ തന്നെ റീഷേപ്പ് ചെയ്ത ഒന്നാണിത്. എങ്ങനെയാണ്? ബൈ സജസ്റ്റിംഗ് ദാറ്റ് പീപ്പിൾസ് ഫോർസൈറ്റ് ആൻഡ് മാർക്കറ്റ് മെക്കാനിസം, അതായത് ആൾക്കാരുടെ ഫോർസൈറ്റ്, അതായത് മുൻകൂട്ടി കാണാനുള്ള കഴിവും പിന്നെ മാർക്കറ്റ് മെക്കാനിസം മേക്ക് സിസ്റ്റമാറ്റിക് പോളിസി ഇൻ്റർവെൻഷൻസ് ലെസ് എഫക്റ്റീവ്. അത് നേരത്തെ പറഞ്ഞ പോലുള്ള മോണിറ്ററി ഫിസ്ക്കൽ പോളിസി പോലുള്ള സിസ്റ്റമാറ്റിക്കുള്ള പോളിസീസ് ഇൻഎഫക്റ്റീവ് ആക്കുന്നു ആൾക്കാരുടെ ഈ ഫോർസൈറ്റ്നെസ്, ഓക്കെ, മുൻകൂട്ടി കാണാനുള്ള കഴിവ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.